സാഫാത്തിന്റെ 69-70 പറഞ്ഞില്ലേ, ഇന്നഹും അൽഫൗ ആബാഅഹും ളാല്ലീൻ ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ. അവർ അവരുടെ പിതാക്കളെ വഴിപിഴച്ചവരായി കണ്ടെത്തി, എന്നിട്ടും ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ, ആ പിതാക്കളുടെ കാൽപ്പാടുകളിൽ ഇവർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏറെ വഴിതെറ്റിയ അവസ്ഥയിലാണ് പൂർവികരെങ്കിലും ഇവർ പിന്നാലെ സൂക്ഷിച്ചു കാൽവെപ്പ് നടത്തുന്നു എന്നല്ല, പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു ഇത്തരക്കാരെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ജാഹിലിയത്തിൽ അറബികൾ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഉദാഹരണം പറഞ്ഞിരുന്നു. ഈ അന്ധമായ അനുകരണത്തിന്റെ വാക്താക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇത്രമേൽ അധിക്ഷേപിച്ച് കുറ്റപ്പെടുത്തി വിമർശിച്ച് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത്? അത് മനസ്സിലാക്കാൻ ഈ ഒരു മസാല മനസ്സിലാക്കിയാൽ മതി. പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിൽ എല്ലാ അറേബ്യൻ ഗോത്രങ്ങളുമല്ല, പല അറേബ്യൻ ഗോത്രങ്ങളും ഈ അന്ധമായ അനുകരണത്തിന്റെ വാക്താക്കളായിരുന്നു. ജാഹിലിയത്തിൽ വളരെ പണ്ട് ഖസ്സാൻ രാജാവായ നുഅ്മാൻ ഇബ്നുൽ മുൻദിർ ബനൂ തമീം ഗോത്രത്തിലെ ഖൈസ് ഇബ്നു ആസിം എന്നയാളുടെ മകളെ അല്ലെങ്കിൽ പെൺമക്കളെ ബന്ദികളാക്കി. തന്റെ പെൺമക്കൾ ബന്ദികളായപ്പോൾ പിതാവ് ഖൈസ് ഇബ്നു ആസിം മോചനദ്രവ്യം നൽകിയിട്ട് മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ രാജാവിനോട് മോചനദ്രവ്യത്തിന്റെ വിഷയം പറഞ്ഞ് മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മകൾ നിഷേധിച്ചു. നുഅ്മാൻ ഇബ്നു മുൻദിറിന്റെ കൂടെ ജീവിക്കാനാണ് ആ മകൾ താല്പര്യം കാണിച്ചത്. അതോടുകൂടി എല്ലാ പെൺമക്കളെയും ഇയാൾ കൊല്ലുകയാണ് ഉണ്ടായത്. ആദ്യമായി പെൺകുട്ടികളെ വധിച്ച വിഷയത്തിൽ ഇതുപോലത്തെ ചില ചരിത്രങ്ങൾ വേറെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിവേകത്തിന്റെ ചില ദുഷ്ചെയ്തികൾ പൂർവികരിൽ നിന്നുണ്ടായതിനെ പിൽക്കാലക്കാർ അനുകരിച്ചു. അതിന്റെ ശരിയും തെറ്റും അതിലെ നീതിയും ന്യായവും ഇതൊന്നും പരിശോധിക്കാതെ ആ പൂർവികനെ തുടർന്ന് പിന്നീട് പെൺമക്കളെ വഅദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുക എന്നത് പല അറേബ്യൻ ഗോത്രങ്ങളുടെയും ശീലമായി. അന്ധമായ അനുകരണത്തിൽ വളരെ ഹീനമായ ഏർപ്പാടുകളാണ് നമ്മൾ അറബികളിൽ നിന്ന് വായിക്കുന്നത്. തഫ്സീറുൽ ഖാസിമി ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. വകാനലിൽ അറബി തഫന്നുനും ഫിൽ വഅദി, ജീവനോടെ പെൺമക്കളെ കുഴിച്ചു മൂടുന്നതിൽ അറബികൾക്ക് പല രീതികളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഫമിൻഹും മൻ ഇദാ സാറത് ബിൻതുഹു സുദാസിയ, തന്റെ പെൺകുട്ടിക്ക് 6 വയസ്സ് പ്രായമായാൽ, നോക്കണം 6 വയസ്സ് പ്രായമായാൽ യഖുല്ലി ഉമ്മിഹ എന്നാണ്, ഉമ്മനോട് പറയും തയ്യിബീഹ വസയ്യിനീഹ, ഈ 6 വയസ്സുള്ള പെൺകുട്ടിക്ക് സുഗന്ധം തേച്ചു കൊടുക്കാൻ, അവരെ അലങ്കരിപ്പിച്ച് ഉടയാടകളൊക്കെ ധരിപ്പിക്കാൻ. എന്തിന്? ഹത്ത അദ്ഹബ ബിഹ ഇല അഹ്മാഇഹ, ഈ കുട്ടിയെയും കൊണ്ട് ഈ കുട്ടിയുടെ പിതൃ സഹോദരങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ കൊണ്ടുപോകുന്നത് വഖദ് ഹഫറ ലഹാ ബിഅറൻ ഫി സഹറ, അവൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു കിണർ കുഴിച്ചിട്ടാണ്. എന്നിട്ട് അവളെയും കൊണ്ട് കിണറ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ പറയുമെന്നാണ് ഉൻദുരി ഫീഹ, ഈ കിണറ്റിലേക്കൊന്ന് നോക്കൂ. ആ കുട്ടി കിണറ്റിലേക്ക് നോക്കുമ്പോൾ സുമ്മയദ്ഫഉഹ മിൻ ഖൽഫിഹ, പിന്നിൽ നിന്ന് ആ കുട്ടിയെ കിണറ്റിലേക്ക് തള്ളിയിടും. വയുഹീലു അലൈഹ തുറാബ്, എന്നിട്ട് മണ്ണ് അതിന് മേൽ ചൊരിയും. ഹത്ത തസ്തവിയൽ ബിഉറു ബിൽ അർദ്, അങ്ങനെ നിലത്തിനൊപ്പം ആ കിണറ്റിൽ മണ്ണ് നിരത്തും. ഇങ്ങനെയായിരുന്നു അറബികൾ ഒരു വിഭാഗം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചിട്ടിരുന്നത്. തഫ്സീറിൽ പിന്നെ പറയുന്നത് വമിൻഹും മൻ കാന ഇദാ ഖറബത് ഇംറഅതുഹു മിനൽ വദഅ, ഭാര്യ പ്രസവത്തോട് സമയമെടുത്താൽ ഹഫറ ഹുഫ്റതൻ ലിതതമഖദ അലാ റഅസിൽ ബിഅർ, ഒരു കുഴി കുത്തും. എന്തിന്? ആ കുഴിയുടെ വക്കിൽ ഈ സ്ത്രീ പ്രസവിക്കാൻ. ഫൈദാ വലദത് ബിൻതൻ റമത് ബിഹാ ഫിൽ ഹുഫ്റ, പെൺകുട്ടിയാണ് പ്രസവിച്ചത് എങ്കിൽ ആ കുഴിയിലേക്ക് ആ പെൺകുട്ടിയെ എറിയും. വൈൻ വലദത്ത് ഇബ്നൻ ഹബസത്ഹു, അതല്ല ആൺകുട്ടിയാണ് എങ്കിൽ അതിനെ എടുക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അറബികളുടെ അന്നാളുകളിലെ ചില ചെയ്തികൾ. ചില അറബികൾ ഭാര്യയോട് ഷർത്ത് വെക്കുമെന്നാണ്. ഒരു പെൺകുട്ടിനെ അനക്കി തഈദീന ജാരിയത്തൻ, ജീവനോടെ കുഴിച്ചിടുക, വതസ്തഹീൻ ഉഖ്റ, മറ്റൊന്നിനെ ജീവിക്കാൻ സമ്മതിക്കുക. അങ്ങനെ കുഴിച്ചു മൂടാൻ കൽപ്പിക്കപ്പെട്ട പെൺകുട്ടിയായാൽ ഈ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകും. അപ്പൊ ഭാര്യയോട് പറയും അൻതി അലയ്യ ക ഉമ്മി ഇൻ റജഅതു ഇലൈക്കി വലം തഇദീഹ, ഞാൻ മടങ്ങി വരുമ്പോഴത്തേക്ക് നീ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയിട്ടില്ല എങ്കിൽ നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെ ഹറാമാണ്. നന്നാ നീ മൊഴി ചൊല്ലപ്പെട്ടവളാണ്, തലാക്കാണ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഉപരി പോവുക. അപ്പൊ ഈ സ്ത്രീ ഈ കുട്ടിയെ കൂട്ടുകാരികളുടെ അടുക്കലേക്ക് കൊടുത്തയക്കും. കൂട്ടുകാരികൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുഴി കുത്തും. കുട്ടിയെ അവർ ഏറ്റെടുക്കും. എന്നിട്ട് ഈ ഭർത്താവ് വരുന്നത് ഈ കൂട്ടുകാരികൾ കാണുമ്പോൾ അതാണ് ഫൈദാ ബസർന ബിഹി മുഖ്ബിലൻ ദസസ്നഹ ഫി ഹുഫ്റതിഹ എന്നാണ്. ഈ കുഴിയിൽ ഈ പെൺകുട്ടിയെ അവർ കുഴിച്ചു മൂടും. വസവൈന അലൈഹ തുറാബ് എന്നാണ്, എന്നിട്ട് മണ്ണിട്ട് നിരത്തും എന്നാണ്. എന്തിനാണ് ഈ കൂട്ടുകാരുടെ അടുക്കളേക്ക് കൊടുത്തയച്ചിട്ട് കൂട്ടുകാരികൾ ഇയാൾ വരുന്നത് വരെ പ്രതീക്ഷിക്കുന്നത്? അഥവാ വന്നില്ല എങ്കിൽ അതിനെ കുഴിയിൽ മൂടാതിരിക്കാൻ. പക്ഷെ ഇയാൾ വന്നാൽ കുട്ടി മൂടപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ
പിന്നെ ഭാര്യ പറഞ്ഞതുപോലെ അൻതി അലയ്യക്ക ഉമ്മി എന്നാണ്, നിഹാറിന് വിധേയമാകും, ത്വലാഖാണ്. ഇങ്ങനെ എത്രയെത്ര ഹൃദയഭേദകമായ രംഗങ്ങൾക്ക് സാക്ഷിയാണ് ജാഹിലിയത്ത്. സഅസഅ ഇബ്നു നാജിയ അൽ മുജാശിഇ, അതേപോലെ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ അൽ അദവി പോലുള്ള ആളുകൾ ജീവനോടെ കുഴിച്ചുമൂടപ്പെടാൻ വിധിക്കപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്തിയ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പലതും ഇവിടെ പറഞ്ഞു പോയതാണ്. എത്രയെത്ര മക്കളെയാണ് ഇവരൊക്കെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ എത്രയെത്ര മക്കൾ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അന്ധമായ അനുകരണം അതെത്രമേൽ അപകടകരമാണ് എന്നത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ ഉണർത്തിയത്. ജാഹിലിയത്തിന്റെ ഏതോ ഒരു നാളിൽ ഒരു കോണിൽ ഒരുത്തൻ കാണിച്ച ഒരു അവിവേകം, അത് പിന്നീട് തന്റെ പെൺമക്കളുടെ വിഷയത്തിൽ അയാൾ കാണിച്ച ഒരു അവിവേകം, അക്രമം, അത് പിന്നീട് പിൻതലമുറ ഏറ്റെടുക്കുകയാണ്. അതെന്തിനു വേണ്ടി ചെയ്തു, അത് ചെയ്തത് ന്യായമാണോ, ഇതൊന്നും ആലോചിക്കാതെ എന്നും ഈ അന്ധമായ അനുകരണത്തിന്റെ വിഷയം, അത് വിശ്വാസപരമായ വിഷയങ്ങളിലാകട്ടെ, ആരാധനകളിലാകട്ടെ, മറ്റു സ്വഭാവ സംബന്ധികളായ വിഷയങ്ങളിലാകട്ടെ, ഇപ്രകാരമാണ് അതിന്റെ ദുരവസ്ഥ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, യാ സാഇലി അൻ മൗദിഇ തഖ്ലീദി ഖുദ് അന്നിൽ ജവാബ ബിഫഹ്മി ലുബ്ബിൻ ഹാദിരി ലാ ഫർഖ ബൈന മുഖല്ലിദിൻ വബഹീമത്തിൻ തുൻഖാദ് ബൈന സനാദിലിൻ വദആഇരി തബ്ബൻ ലിഖാദിൻ ഔ ലിമുഫ്തിൻ ലാ യറ ഇലലൻ വലാ മഅനൻ ലിൽ മഖാലി സായിരി എന്നിങ്ങനെ തഖ്ലീദിന്റെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നവനെ ഗ്രാഹ്യതയോടുകൂടി ഉത്തരം എന്നിൽ നിന്ന് നീ സ്വീകരിച്ചോ. അദ്ദേഹം പറയുന്നത് ലാ ഫർഖ ബൈന മുഖല്ലിദിൻ വ ബഹീമത്തിൻ, അന്ധമായി അനുകരിക്കുന്നവന്റെയും കാലികളുടെയും ഇടയിൽ യാതൊരു വ്യത്യാസമല്ല. കാലികൾ നയിക്കപ്പെടുന്നു കാടുകളിലും അതേപോലെ കല്ലുകൾക്കും ഇടയിലൂടെ. അങ്ങനെയുള്ള കാലിയും അതേപോലെ ഈ മുഖല്ലിദും യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞ് അന്ധമായി അനുകരിക്കുന്ന തബ്ബല്ലി ഖാദിൻ ഔലി മുഫ്തിൻ, ഖാദിമാർ, മുഫ്തിമാർ, അവർക്ക് നാശം മോതുകയാണ് കവി. ലാ യറ ഇലലൻ വ മഅനൻ ലിൽ മഖാലി സായിരി, പറയുന്ന വാക്കിന് അർത്ഥമെന്ത്, അതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് അറിയാത്ത മുഫ്തി, ഖാദി, അവർക്ക് നാശം എന്നാണ് പറയുന്നത്. ഇത്രമേൽ പണ്ഡിതന്മാർ ശക്തമായി രൂക്ഷമായി ഈ അന്ധമായ അനുകരണത്തെ വിധിക്കാനും അതിനെക്കുറിച്ച് പ്രസ്താവിക്കാനും കാരണം അതിന്റെ അപകടം കാരണത്താലാണ്.